ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ എന്റെ മോള് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ വേണ്ടിയാ. മാഡം, മാഡത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. മാഡം, നമ്മളാരും ദൈവത്തെ മറന്ന് ജീവിച്ചവരല്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. ഇതാരാ വേണുങ്ങളെ? പുതിയൊരാള്. ഇത് മീര. നല്ല പേര്. മീരാന്റിയുടെ സ്ഥലം എവിടെയാ? അല്ലാതെ ഇവിടുന്ന് മീരാന്റിയുടെ സ്ഥലം അല്പം ദൂരെയാ. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. മീര മാഡം എൻ്റെ ഒരു പരിചയക്കാരിയാ. പണ്ട് കുറെ കാലം ഞാൻ മാഡത്തിന്റെ ഡ്രൈവറായിരുന്നു. മാഡത്തിന് എൻ്റെ വീട്ടുകാരെയൊക്കെ വലിയ ഇഷ്ടമാണ്. അതുമല്ല, മുൻപൊരിക്കൽ മാഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ മാഡത്തെ രക്ഷിച്ചത് ഇവിടുത്തെ ഋതിക മോളാ. അതുകൊണ്ട് ഋതിക മോളെ മാഡത്തിനും വലിയ ഇഷ്ടമാണ്. അത് ശരി. മീരാന്റിനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. മോളുടെ പേരെന്താ? രമ്യ. ഓ, വീട് ഇവിടെ തൊട്ടടുത്താ. ഇത് ഞങ്ങളുടെ വീടാ. ഞങ്ങളാ വേണുവെങ്കിലിന് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അറിയാം, വേണുട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, അപ്പോ മീരാന്റിക്ക് ഈ വീട്ടിലെ മിക്ക കാര്യങ്ങളും അറിയാം. അറിയാം. ആ ശരി, നിങ്ങൾ സംസാരിക്കും. ആരാ ഈ പുതുമുഖം? മുമ്പ് ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വേണുവങ്കൾ പറഞ്ഞത് ഇവരുടെ സ്ഥലം ദൂരെ എവിടെയോ ആണെന്നാണല്ലോ. പക്ഷെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. പത്മാവതി മേഡം, നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേക്കണ്ട. പത്മാവതി മാഡം ഋതിക മോളുടെ അമ്മയാണെന്ന് നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. അത് നിനക്ക് അറിയാവുന്നതല്ലേ? അയ്യോ, ക്ഷമിക്കണം മാഡം, ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. നീ അത് ഓർക്കണം, ഉറപ്പായിട്ട് ഓർക്കണം. ഇക്കാര്യം നമ്മളെ അറിയിക്കേണ്ട സമയത്തെ അറിയിക്കാവൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. മാഡം എന്തായാലും വന്നല്ലോ, വളരെ സന്തോഷം. അമ്മ, ഞാൻ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയമോളെ സുഖമല്ലേ? അപ്പോ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലിയുണ്ട്. ശരി, വാ മോളെ. എന്നാലും ആരായിരിക്കും മീര? എന്തിനായിരിക്കും അവര് വന്നത്? ഈ വരവ് വെറും ഒരു വരവല്ല, അതവരുടെ സംസാരം കാണുമ്പോ അറിയാം. എന്തോ കുഴപ്പമുണ്ട്. അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്കിനി ഉറക്കം വരില്ല.